കൃഷിയായാലും യുദ്ധമായാലും വേണം അതിനൊരു ടൈം ടേബിൾ. തുടങ്ങുന്നത് എപ്പോൾ, എങ്ങനെ എന്ന് തുടങ്ങി അവസാനം വരെ മനസ്സിൽ കാണണം. ഈ ഒരു മുന്നൊരുക്കമില്ലെങ്കിൽ രണ്ടിലും പരാജയം ഉറപ്പ്. പരീക്ഷാ പഠനത്തിനും വേണം അതുപോലെ ഒരു ടൈം ടേബിൾ. അത് പരീക്ഷയുടെ തലേന്നുണ്ടാക്കിയാൽ പോരാ, പഠനം തുടങ്ങും മുൻപേ തന്നെ വേണം. ബുദ്ധിയുള്ള കൃഷിക്കാരൻ വിതക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ വിത്ത് ഒരുക്കി വെക്കുന്നത് പോലെ, അതുപോലെ കാര്യപ്രാപ്തിയുള്ള പട്ടാളക്കാരൻ യുദ്ധത്തിനു മുന്നേ തന്നെ ആയുധങ്ങൾ മൂർച്ച കൂട്ടി ഒരുക്കി വെക്കുന്നു. പഠനത്തിനും ഇത് നിർബന്ധമാണ്. പഠനമെന്നല്ല, മുന്നൊരുക്കമില്ലാത്ത ഏത് പരിപാടിയും 8 നിലയിൽ പൊട്ടും. നേരത്തെയുള്ള പ്ലാനിംഗ് ആണ് ഏത് സംരംഭത്തിന്റെയും വിജയ താക്കോൽ. ടൈം ടേബിൾ എന്ന് പറയുന്നത് പഠിക്കാനുള്ള വിഷയങ്ങളുടെ സമയക്രമ പട്ടിക മാത്രമല്ല. അതിനൊരു 10ാം ക്ലാസ്സുകാരൻ വേണമെന്നില്ല. എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതായിരിക്കണം ആ ടൈം ടേബിൾ. ഇനി പ്ലാൻ എ പോരെങ്കിൽ പ്ലാൻ ബിയുമാവാം. മുന്നൊരുക്കം എത്ര നന്നാവുന്നുവോ അത്രക്ക് ഗംഭീരമാവും പടയൊരുക്കം. ഏത് പ്രവൃത്തിക്കും ഒരു ലക്ഷ്യമുണ്ടാവണം. ലക്ഷ്യമില്ലാത്ത പ്രവൃത്തി വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കും. പഠനത്തിന്റെ ലക്ഷ്യം പരീക്ഷാ വിജയം എന്നതായിരിക്കണം. ജയിക്കണമെന്നത് ഒരു ലക്ഷ്യം മാത്രമല്ല, വാശി തന്നെയാവണം. ജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടില്ല എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. ലക്ഷ്യം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പണി തുടങ്ങാം. എപ്പോഴും ഫലത്തെ കുറിച്ച് ചിന്തിച്ച് ഉള്ള സമാധാനം കൂടി കളയരുത്. അറിയാവുന്നത് നന്നായി എഴുതുക എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാർക്കും ഗ്രേഡും ഒക്കെ വഴിയേ വന്നോളും. സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോഴാണ് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നത് തന്നെ അറിയുന്നത്. അപ്പോഴാണ് അർജുന വിഷാദം അരങ്ങേറുന്നത്. പഠിക്കാനുള്ള പാഠങ്ങളുടെ പുഞ്ചപ്പാടം കണ്ട് അമ്പരന്ന് കുരുക്ഷേത്രത്തിലെ അർജുനനെ പോലെ പുസ്തകം മടക്കി വെക്കാൻ ഒരുങ്ങുന്നത്. ഈ പേടിക്കും വിഷാദത്തിനും ഒറ്റ മരുന്നേയുള്ളൂ. മാ ഫലേഷു കഥാചന, കർമ്മം ചെയ്യുക. ഫലത്തെ പറ്റി ആധി വേണ്ട, പേടി വേണ്ട, ജാഗ്രത മതി എന്ന പുതിയ മുദ്രാവാക്യം പോലെ ഇത് രണ്ടും മനസ്സിൽ ഉറപ്പിച്ചാൽ മനസ്സ് കൂളാവും. പിന്നെ പരീക്ഷ പൂ പറിക്കുന്നത് പോലെ എളുപ്പമാവും. നിങ്ങളുടെ രക്തഗ്രൂപ്പ് ഏതായിരുന്നാലും മനസ്സ് ബി പോസിറ്റീവാക്കി നിർത്തുക. മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ പുറത്തേക്ക് വലിച്ചെറിയുക എന്നതാണ് ബി പോസിറ്റീവ് ആകാനുള്ള ഏക മാർഗം. തോൽക്കുമോ എന്ന പേടിയെ ജയിക്കും എന്ന ആത്മവിശ്വാസം കൊണ്ട് നേരിടുക. നന്നായി എഴുതാൻ കഴിയുമോ എന്ന ആശങ്കയെ പഠിച്ചതെല്ലാം എഴുതും എന്ന ചങ്കുറപ്പ് കൊണ്ട് തോൽപ്പിക്കുക. പരീക്ഷയിൽ തോൽക്കുമോ എന്ന ആധിയെ ജയിക്കും എന്ന് 1000 വട്ടം ഉരുവിട്ടുകൊണ്ട് അതിജീവിക്കുക. ജയിച്ചാലും തോറ്റാലും ഒരുപോലെ സ്വീകരിക്കുവാൻ മനസ്സിനെ ഒരുക്കി നിർത്തുക. ഒന്നുറങ്ങിയാൽ നേരം വെളുക്കില്ല, ഒരു കോഴി കൂവിയാൽ സൂര്യനും ഉദിക്കില്ല. നാളെ ലോകാവസാനമല്ല, പരീക്ഷകൾ ഒരുപാട് ഇനിയും വരും. ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല. മഹാനായ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞത് എപ്പോഴും ഓർക്കുക: തെറ്റുകൾ മനുഷ്യ സഹജം, ക്ഷമ ദൈവികം. അതൊന്ന് തിരിച്ചിട്ടാൽ ഇങ്ങനെയാവും: പരീക്ഷാ തോൽവികൾ മനുഷ്യ സഹജം, തോൽവികൾ വിജയങ്ങളാക്കി മാറ്റുന്നത് ദൈവികം.